അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് എപ്പോഴാ പോണേ ഇടപെടുകയാണ്. ഓക്കെ ബൈ. ഇനി നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. സാബു ഇവിടെ സാബു അത് ശരി. ഇല്ല മേക്കപ്പ് ഒന്നും ഇല്ല ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി മെട്രോയിലാണ്. ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ഡൽഹി മെട്രോയിൽ കയറാൻ പോകണം. അമ്മോ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഇനി എന്താ നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ? വിശന്നിട്ട് വയ്യ. മെട്രോ എങ്ങനെയുണ്ട് അമ്മോ? അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ, പ്രോഹിബിറ്റഡ് ആണ് സ്ട്രിക്ട്ലി. നമ്മൾ മെട്രോ ഇറങ്ങി നേരെ റൂമിലേക്ക് പോവാ. അപ്പൊ റൂമിലേക്ക് പോണ വഴിക്ക് ഇവിടെ നമ്മളെ വിവേകാനന്ദ സ്വാമിന്റെ ഒരു പ്രതിമ ഉണ്ട് ഗൈസ്. അയ്യോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനല്ലേ. കുറച്ച് ഇവിടുത്തെ മെയിൻ സംഭവം ആണ് ഹോണടി. എവിടെ നോക്കിയാലും അത്യാവശ്യം പ്രീമിയം സെറ്റപ്പ് ഉണ്ട് അല്ലേ ഹോട്ടല്. ലുക്ക് ലൈക്ക് പ്രീമിയം. ഇനി ഉള്ളിൽ കയറിയാലേ അറിയാം എങ്ങനെയാണ്. ഇല്ല ഇനി ചാവൂല. ഡൽഹിയിലെ നമ്മുടെ റൂം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങളെ പോലെ ഞാനും ആകാംക്ഷയിലാണ്. പോണം ഉണ്ടല്ലേ? ആഹാ നിങ്ങളെ റൂം എങ്ങനെ നോക്കട്ടെ. കൊള്ളാലോ. ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് ഗൈസ് അല്ലേ? ഒരു കുഞ്ഞ് പ്രീമിയം അല്ലേ? അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയാ ഡൽഹിയിലെ ഒരു മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് നമ്മളൊരു ഊള പൂരിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കേരള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അണ്ണ എന്താണ് സ്ഥലത്തിന്റെ പേര്? എന്നാണ് അണ്ണൻ പറയുന്നത്. നല്ല കുറെ കുട്ടികൾ വരുന്നുണ്ട്. അത് നല്ല നല്ല കാഴ്ചകൾ കാണാം. ഒരുവിധ സാധനങ്ങൾക്കൊക്കെ 150 എന്നാണ് കാണുന്നത്. നമുക്ക് വാങ്ങാം ഗൈസ്. ഒരു മറ്റേ ചായ മേടിക്കാം. ചായ തോന്നുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ജനതാ ഹോട്ടലിന്റെ അടുക്കളയിലൂടെ നമ്മൾ വന്നിരിക്കുകയാണ്. വഴി തെറ്റി വന്നിരിക്കുകയാണ് ഗൈസ്. സംഭവം എന്താ വെച്ചാൽ ഈ തിന്നാൻ കിട്ടാതെ കിട്ടുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ. നെസിന്റെ മുഖത്തേക്കുള്ള ചിരി നോക്കി നിങ്ങള്. നല്ല പൊറോട്ട, നല്ല ടേസ്റ്റുള്ള പൊറോട്ട കേട്ടോ. 4 പൊറോട്ടയ്ക്കും ചിക്കൻ മസാലയ്ക്ക് ആകെ 160 ഉറുപ്പിക. ഡൽഹിയിൽ വരുന്നവരാണെങ്കിൽ നമ്മള് നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ നേരെ നടക്കുക. നടന്ന സൈഡിൽ കൂടെ ഇടവഴി കൂടെ പോന്നാല് ഒരു 100 മീറ്റർ കടന്നാല് ജനകീയ കേരള ഹോട്ടലിൽ വെച്ചാൽ മതി. നല്ല അടിപൊളി പൊറാട്ടയും ചിക്കൻ കറിയും കിട്ടും. മൊത്തത്തില് നല്ല ടേസ്റ്റും ഉണ്ട് ഭക്ഷണം. ഇപ്പൊ നമ്മളെ ചിക്കൻ ബിരിയാണി അത്യാവശ്യം സ്പൈസി ആട്ടോ. അതിന്റെ കൂടെ ചിക്കൻ കറിയും ഒരു കോഴിമുട്ടയും ഫ്രീ ഉണ്ട്. 150 ഉറുപ്പിയാണ്. മലയാളികൾക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഞങ്ങളിപ്പോ 10 ദിവസമായി നാട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഇവിടെ എത്തിയിട്ട് ചോറും കറിയും കഴിച്ചപ്പോ മനസ്സ് നിറഞ്ഞ്. ഡൽഹി എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വലിയ ദമ്മിട്ടൊരു ടീഷർട്ടും പാന്റും ഇട്ടാണ്ട് ഇറങ്ങിട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇതാണ് ഇവിടെ തീരെ സഹിക്കാൻ പറ്റാത്ത ഹോണടി. ഇത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മള് കരോൾ ബാഗ് പോകണം ഉദ്ദേശിക്കണത്. അപ്പൊ ഞങ്ങൾ ഇനി മെട്രോ കയറിയിട്ട് നേരെ കരോൾ ബാഗ് പോയിട്ട് നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും. നമ്മളെ ഡ്രസ്സ് കുറെ ഐറ്റംസ് ഉണ്ട്. അവിടെ പോയി നോക്കട്ടെ. പർച്ചേസ് ചെയ്യണ കാര്യം ആലോചിച്ചില്ല. നോക്കട്ടെ, കണ്ടിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ഒരു ബേജാറായി പോയി. തണുക്കുന്നുണ്ടോ ഗായ്സ്? അവിടെ അൻവറിന്റെ വൈത്തല നായി പാഞ്ഞു ഗായ്സ്. നമ്മൾ നല്ല തണുത്തു മറവിച്ച ന്യൂഡൽഹിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ആദിത്യ എം രാമചന്ദ്രൻ ഈ വേദി കലിപ്പിലാണ് സുഹൃത്തുക്കളെ. എന്തിനാണ് കലിപ്പിലാണെന്ന് ചോദിച്ചാൽ അവൾ ഹുഡി എടുത്തിട്ടില്ല തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള. കാശ്മീരിൽ നിന്ന് കണ്ടിനി കുറഞ്ഞു കിടക്കേനു മഞ്ഞു മനുഷ്യനായിട്ട്. ഇവിടെ നല്ല ചൂടില്ലേ? ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം, മനസ്സിലായില്ലേ? പ്രകൃതി നമുക്ക് തണുപ്പ് എന്തിനാണ് നൽകിയിരിക്കുന്നത്? തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. എന്നാലും സഹിക്കാൻ ചിലപ്പോൾ നമ്മൾ കാശ്മീരിൽ നിന്ന് കോച്ചാണ് തണുപ്പ് ആസ്വദിച്ച് വന്നോണ്ടാണ് അറിയില്ല. ഇത് ശരിക്കും നല്ല തണുപ്പാണ്. ഒരു ഊട്ടി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വാസി മെട്രോയിൽ നിന്ന് എക്കട്ടിടുന്ന വാസിമാണ്. അങ്ങനെ ഗായ്സ് നമ്മള് കരോൾ ബാഗ് ഇറങ്ങി മാർക്കറ്റിൽ ഏകദേശം എത്തി. ഇവിടുത്തെ തിരക്കുണ്ടെങ്കിൽ എന്താ നമ്മള് ചെയ്യാ? ഒരു തലക്കുന്നേരം തുടങ്ങലേ.
ഉത്സവപ്പറമ്പ് പോയ മാതിരി. അതിനെ പോക്കറ്റ് എല്ലാം സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. എവിടെ വെൽറ്റിന് എത്ര രൂപ? 350 നമ്മളൊരു 2 300 വാങ്ങി. ഫ്രണ്ടാ മൂപ്പരടുത്ത് വാങ്ങിയേ? 2 300 രൂപ വാങ്ങിയില്ലേ? അത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആണല്ലേ? മൂപ്പര് ഫുള്ള് തിരിച്ച് വേണ്ട വേറെ 200 രൂപേന്റെ ഡ്രസ്സുകളാണ് ഗൈസ് ഇതൊക്കെ. ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഗൈസ് ഇവിടെ. എന്താ പറയാ ഒക്കെ തണുപ്പിലിടാൻ പറ്റിയ ടൈപ്പാണ്. അങ്ങനെത്താ വാങ്ങിക്കോ. ഇവിടെ കുറെ ഷൂസുകൾ ഉണ്ട് കേട്ടോ. ഒക്കെ ഏതെടുത്താലും 350 പറഞ്ഞേ. നമ്മള് വാങ്ങണോ വെറുതെ? ഷൂ ഒക്കെ 2 കൊണ്ടിട്ടാ വന്നേ. എല്ലാം 350. എല്ലാം 350. നമ്മളെ നാട്ടിൽ 500 സ്റ്റാർട്ടിങ്. 500 600. ഇപ്പൊ ഗൈസ് ഇത് നമ്മളെ മുട്ടായി തെരുവ് കൂടെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ലേ? ഒരു മേനല്ലേ സാധനങ്ങളൊന്നും. ഗൈസ് ഇവിടെ 450, നമ്മളെ നാട്ടിൽ 450. വലിയ കുറവുള്ളേക്കാതെ മനസ്സിലാകത്തെ. ഇപ്പൊ ഗൈസ് നമ്മള് കരോൾ ബാഗിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ വലിയ വില വ്യത്യാസം ഒന്നും ഇല്ലല്ലേ? ഭയങ്കര ജാടല്ലേ ഇവിടെ ഉള്ളവർക്കൊക്കെ. ഫിക്സഡ് റേറ്റ്, നോ ബാർബറിങ്, ഫിക്സഡ് റേറ്റ്. പിന്നെ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൊച്ചമോർ എന്ന് പറഞ്ഞൊരു ഒരു ഷോപ്പിന്റെ മുന്നിലാണ്. അൻവറും ഫർസീനും വരാണ്ട്. അവരൊക്കെ എന്തേ വാങ്ങിയണോ? ആർക്കും വാങ്ങാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വിറ്റ് എന്താ വെച്ചാൽ ഗൈസ് എല്ലാരും നോക്കി, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി, എല്ലാരും ഫുൾ കൈയും വുഡീസ് ഒക്കെ ഇട്ടിട്ട് നടക്കണേ. നമ്മള് മാത്രം ഹാഫ് കൈ ഇട്ടിട്ട്. എല്ലാരും ഉണ്ടോ ഹുഡീസ്, മറ്റേ ഫുൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പിൽ നടക്കുമ്പോ നമ്മള് മാത്രം ടീഷർട്ട്. കാരണം എന്താ? നമ്മൾ വരുന്നത് കാശ്മീരിൽ നിന്നാണ്. നമുക്ക് തണുപ്പേൽക്കില്ല. അൻവർക്ക് വാങ്ങി 300 രൂപ പറഞ്ഞ ലാസ്റ്റ് 200 വാങ്ങി. വലിയ ബിഗ് ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 150 രൂപയുള്ള സാധനം അൻവർക്ക ഡൽഹിയിൽ വന്ന് മെട്രോയിൽ കയറി നമ്മുടെ ജനുവരി മുതൽ ജിമ്മില്. അപ്പൊ ഗൈസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് വിന്ററിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. ഇപ്പൊ ഈ ജാക്കറ്റിനൊക്കെ, സ്വെറ്റർ, ജാക്കറ്റ്, പിന്നെ ഈ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഡ്രൈ വാഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങൾക്കൊക്കെ 200, വില പേശി 150 കാണാം. 350 അടിബാസ. അപ്പൊ ഗൈസ് അവിടെ നമ്മളെ ഷോപ്പിൽ വെച്ചപ്പോ 1000, ഇവിടെ 350. 350 കോലുള്ള നമ്മുടെ നാട്ടിൽ ഒരു 500 രൂപ കിട്ടുന്ന സാധനം 350 ഇട്ടുണ്ട്. റീബുക്കിന്റെ ഒരു അടിപൊളി ഷൂ. അഡിഡാസ്, നൈക്ക്, നിക്കി, അങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ട്. പ്യൂമ, പൂമ, പോമ, പീമ, എല്ലാ സാധനങ്ങളും നമുക്ക് ഡൽഹി മാർക്കറ്റിൽ കിട്ടും ഗൈസ്. പിന്നെ ഇവിടെ ഉള്ളവന്മാരെ ആറ്റിറ്റ്യൂഡ് കാണണം. സാധനം വാങ്ങാൻ കേറുമ്പോ നോ ബാർഗൈനിങ്. ജാവോ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനൊന്നും നോക്കില്ല, കണ്ണും മോറ് നോക്കാൻ അങ്ങോട്ട് പോകുന്നു. എന്തൊരു ആറ്റിറ്റ്യൂഡ്. ഇവിടെ നിന്ന് വാങ്ങണോ? ജമാസിലേക്ക് പോകാനുള്ള പരിപാടിയിലാട്ടോ. ഞങ്ങളെ കുന്തളിപ്പോണ്ട് എടുത്തില്ല, ജാക്കറ്റ് എടുത്തില്ല. നല്ല തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ ജമാ മസ്ജിദിന്റെ മുന്നിൽ എത്തിട്ടോ. കാണിച്ചരാ, ഇവിടെ ലൈറ്റ് ഒക്കെ ഓഫാണ്. ഫുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ നല്ല മാർക്കറ്റാ. നമ്മുടെ ഫായിസ് ബ്രോ ഈസ് ഹിയർ. എവിടെ ഗൈസ്? ഇതിൽ കാണില്ല ഗൈസ്. നമ്മള് തേഞ്ഞു ഗൈസ്. ഇവിടെയും നല്ല തിരക്കാണ് ഗൈസ്. മീന ബസാർ, മീന മാർക്കറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത് കേട്ടോ. ബാക്കിൽ കാണുന്നതാണ് ജമാ മസ്ജിദ്. ക്ലോസ് ചെയ്തിട്ടോ, കാണൂല. നമ്മുടെ ഫ്രണ്ടില് ഇത് ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുഡ് സ്ട്രീറ്റ് ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മളെ ഹാജി മോദാക്കന്റെ കടയാണിത്. മുഹമ്മദ് കാ സർബത്ത്. കഴിച്ചോ കൈക്കി വാങ്ങിക്കോ, കഴിച്ചോ. ഇതാണ് മുഹമ്മദ് കാ സർബത്ത്. പറ്റില്ല കൈ ഇതാണ് മുഹബത്ത് ക. അപ്പൊ ഗായ്സ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അസ്ലം ചിക്കനിലാണ്.
ഇത് ഡൽഹിയിലെ ഒരു ഫേമസ് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ളത്, മീൻസ് കബാബ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാട്ടോ. വൺ സെറ്റപ്പാണ് ഗൈസ് അല്ലേ അമ്മണിയെ. അപ്പൊ ഗൈസ് നമ്മളെ അസ്ലം ചിക്കൻ അല്ല നമ്മളെ നോക്കുമ്പോൾ അസ്ലം ചിക്കൻ സ്പെഷ്യൽ ബട്ടർ ചിക്കൻ ഫുള്ളിന് 640 വരുന്നത് കൊണ്ട് നമ്മളത് പറയുന്നില്ല. എന്താ പറയണേ? അപ്പൊ ഗൈസ് നമ്മുടെ അസ്ലം ചിക്കൻ്റെ ബട്ടർ ചിക്കൻ ഹാഫ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സുഹൃത്തുക്കൾ. അതിൻ്റെ കൂടെ ഒരു എന്തോ ഒരു സെറ്റപ്പ്. ഇതെന്ത് സെറ്റപ്പാ? ഉള്ളിയിൽ മയോണൈസ് ഇട്ടതാ. ഇതെല്ലാക്കോ കാട്ടുണ്ട് ഗൈസ്. കുളിപ്പിച്ച് കുട്ടിയില്ലാത്ത അവസ്ഥ. അപ്പൊ ഗൈസ് നമ്മൾ ഈ റൊട്ടി ഇങ്ങനെ പൊളിക്കാം. ഇത് നമ്മളെ ചിക്കനിൽ ഇങ്ങനെ എടുക്കുക. പിന്നെ നമ്മളെ ഉള്ളി മയോണൈസിൽ ഇങ്ങനെ വെക്കുക. വീഴുമ്പോ ഞാനൊരു വ്ളോഗ് എടുക്കാൻ ശ്രമിച്ചു. ഇനി വരുന്നത് കിട്ടിയില്ലടാ, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ആ ടൈലന്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഗൈസ് ഡൽഹിയിലെ കൊടും തണുപ്പിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുന്തെളിപ്പിൽ വൈകുന്നേരം ജാക്കറ്റ് ഒന്നും ഇടാതെ ഇറങ്ങിയ കേട്ടോ. പക്ഷെ മനസ്സിലായി, അയ്യോ തണുപ്പിട്ട് വയ്യ. ശ്രീനഗറത്തെ തണുപ്പില്ലേ ഒന്നുമില്ലടാ. അപ്പൊ ഗൈസ് ഞങ്ങളെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രമണിയെ സമയം ഏകദേശം 11 മണിയായി. ഡൽഹിയിലെ അവസാനത്തെ രാത്രി തണുപ്പിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ ചായ കുടിച്ചാലോ? അതെന്താ സാധനം? ഇതെന്താ സാധനം? ഒന്ന് പറഞ്ഞു. എന്താണ് സാധനം? എന്താ? മലായ് മിൽക്കോ? ഒന്ന് പറയണോ? ഗൈസ് നമ്മള് ബായിന്റെ ഷോപ്പിൽ നിന്ന് ഒരു മലായ് മിൽക്ക് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറുതായിട്ട് സ്മോൾ. ഞാൻ പിടിച്ചു. ബാക്കി മലായി ഹൈ വേണോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാ. മലായി എന്നെ കാരക്കല്ല. അഞ്ചാറട്ടില്ലേ ഇതിലെ? താങ്ക് യു. ടേസ്റ്റ് ഉണ്ടോ നോക്കിയാ കുടിച്ചു നോക്കിയില്ല. സേമിയ പായസത്തിൽ ചെയ്യാം. സേമിയ പായസത്തിന്റെ മുകളിലത്തെ പാല്. എല്ലാരും മൂക്കൊന്നും വെള്ളം ഒലിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ്. ഇതിന്റെ പുതിയ കോസ്റ്റ്യൂം ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയതാവുന്നു. അവരാണത് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുമ്പോൾ ട്രെയിന് ഭയങ്കര ഡിലേ കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ കുറച്ച് ഹിന്ദിക്കാർ ചേട്ടന്മാര് നമുക്ക് ടേസ്റ്റ് ഞങ്ങളെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ഇവരെല്ലാരും കൂടിയാണ് തന്നത്. നമുക്ക് മൂപ്പര് തന്നത് എല്ലാരും കൂടി ആയിട്ട് തന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. എന്ത് കിട്ടിയാലും നിന്ന് ഗൈസ്, ഒരു വികാരം ഇല്ലാതെ കഴിക്കാനാണ് പറയും. ഭയ്യ ബസ് ബസ് ഭയ്യ 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 ബസ്. അറ്റിങ്ങള് കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ തിന്ന് ഗൈസ്. വേണ്ടാന്നൊന്നും പറയില്ല. വേണ്ട ഇട്ടോളി വേണോന്ന് ചോദിച്ചിട്ടുള്ളൂ. സ്പോട്ടിൽ വലിച്ചു വാങ്ങുക. ഡേഞ്ചറസ് ആത്മീയാവോ? എന്ത് കിട്ടിയാലും എന്താ പറയാ ഹിന്ദിയില്? ആ അതന്നെ. ഗൈസ് ഒരു വെജ് ബിരിയാണി തന്നിട്ട് നമുക്ക് ഇത്ര സ്നേഹമുള്ള ഇന്ത്യക്കാരെ നമ്മള് തെറ്റിദ്ധരിച്ച് പാവ ചങ്ങായിമാര് ഇവരെ വീണ്ടും വീണ്ടും പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ബാസി.
നമ്മളെ കൊണ്ടാക്കി തന്നവരെ നമ്മൾ മുംബൈയിൽ വെച്ച് കണ്ടിരിക്കുകയാണ്. ഇതിനവാ കണ്ണുമോറ് നോക്കിയ. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് പൻവേലിലാട്ടോ. കാണാം ബ്ലോഗിലിടാ ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 7000 സംതിങ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൈതാത്ത അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും. സൈതാത്ത മിസ് യു ബൈ. അവിടെ 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 എന്റെ വീഡിയോ എടുക്കുക. സർപ്രൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ 10-12 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുകയാണ്. അയ്യോ.